ഹലോ പ്രിയപ്പെട്ടവർക്ക്, വൺസ് അഗെയിൻ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള PYQs ആണ്. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിലും അതിനു മുമ്പും ഒരുപാട് PYQs നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളെ മാരത്തോണിൽ നമ്മൾ കൂടുതലായിട്ട് ബേസിക്കലി മാത്സ് ഡാറ്റ പോലെയുള്ള ടോപ്പിക്കുകളിലൊക്കെ തിയററ്റിക്കൽ ആസ്പെക്റ്റുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് PYQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഫ്രം ഏതാണ്, നമ്മുടെ ഏറ്റവും ടഫസ്റ്റ് ടോപ്പിക് തന്നെ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ കൂടുതൽ ടഫായിട്ട് പറയുന്ന മാത്തമെറ്റിക്കൽ റീസണിങ് എന്നുള്ള ടോപ്പിക്കിലെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 2025 ജൂൺ എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മളിവിടെ മാത്തമെറ്റിക്കൽ റീസണിങ് ആസ്പെക്റ്റിൽ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഓക്കെ റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ഞാൻ ബേസിക്കലി ചോദിക്കുന്ന ഒരു 2-3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഓക്കെ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? റേഷ്യോ എന്ന് പറഞ്ഞാൽ കൂടുതൽ തിയററ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകുന്നില്ല, 2 നമ്പറുകളെ നമ്മൾ ആനുപാതികമായിട്ട് പറയും. ഇപ്പം നമ്മൾ 2/3 ഓക്കെ എന്നൊക്കെ പറയുന്ന ആനുപാതികമായി പറയുന്നതിനാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പറയാം. അപ്പം ഇതിൽ ചോദിക്കുന്ന 2 കോൺസെപ്റ്റുകൾ, ഒന്നെന്താണെന്ന് ചോദിച്ചാൽ ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ ഒരു നമ്പർ ഉണ്ട്, അതിലേക്ക് 4 ആഡ് ചെയ്താൽ പുതിയ റേഷ്യോ 4/5 ആണ്. ഞാൻ നമ്പേഴ്സൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഒറിജിനൽ നമ്പർ എത്രയാണ്? ഇതാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് 2 നമ്പേഴ്സ് ഉണ്ട്, 2 നമ്പേഴ്സോ എന്തെങ്കിലും മിക്സ്ചറോ എന്തോ ആവാം, അല്ലെങ്കിൽ ക്ലാസ്സിലെ ബോയ്സ് ആൻഡ് ഗേൾസോ, ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2/3 ആണ്. ഓക്കെ, ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2/3 ആണ്. ഇതിൽ 2ലേക്കും 4 ആഡ് ചെയ്തു, അപ്പോൾ പുതിയ റേഷ്യോ 4/5 ആയി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇവിടെ അങ്ങനെ ആവണമെന്നില്ല, ഞാൻ മനസ്സിലാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 4 നമ്പർ ഇട്ടതാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് 2/3 എന്നുള്ള റേഷ്യോയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 2/3 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കതിന് 2x/3x എന്ന് എഴുതാം. കാരണം റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, സംതിങ് ലൈക്ക് 64/32 എന്ന് പറഞ്ഞാലും 32/16 എന്ന് പറഞ്ഞാലും 16/8 എന്ന് പറഞ്ഞാലും 8/4 എന്ന് പറഞ്ഞാലും ഓക്കെ, ഇത് എല്ലാം സെയിം ആണ്. ഇത് നമ്പർ സെയിം ആണ്, നമ്പർ സെയിം അല്ല, പക്ഷെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ആ ഒരു ചെറുതായി വരുമ്പോഴുള്ള വാല്യൂ 1/2 ആണ് എന്നുള്ളത് കൊണ്ട് ഓക്കെ ഇവയെല്ലാം സെയിം ആണ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2/3 നമ്പർ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2x/3x എന്ന് എഴുതും, എന്നിട്ട് അതിലേക്ക് 4 + 4 എഴുതും, എന്നിട്ട് നമ്മൾ 4/5 ഇക്വേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കാണും, എന്നിട്ട് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല, ഞാനത് തിയററ്റിക്കൽ ആസ്പെക്ട് പറഞ്ഞ കാരണം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ആ സമയത്ത് ഞാൻ പറയാം. സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. പിന്നെയും 1-2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ക്വസ്റ്റ്യനൂടിയും കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവും. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കൂ. ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിൽ ഓക്കെ വി ഹാവ് 1582 സ്റ്റുഡൻസ് ഉണ്ട് ഒരു സ്കൂളിൽ. വി ഹാവ് എ സ്കൂൾ വിത്ത് 1582 സ്റ്റുഡൻസ് ആൻഡ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, ബോയ്സും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണ്. ഓക്കെ, നമുക്കൊരു സ്കൂളിൽ 1582 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഈ 1582 സ്റ്റുഡൻസിലെ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുന്നത് 4:3 ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 30 ഗേൾസ് ജോയിൻ ചെയ്തു, കുറച്ച് ബോയ്സ് ലെഫ്റ്റ് ചെയ്തു.
ഓക്കെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 30 ഗേൾസ് ജോയിൻ ചെയ്തു, കുറച്ച് ബോയ്സ് ലെഫ്റ്റ് ചെയ്തു. ദ റേഷ്യോ ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ്, അങ്ങനെ ഈ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 7:6 ആയി. ഓക്കെ, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 7:6 ആയി. അങ്ങനെയെങ്കിൽ ദ നമ്പർ ഓഫ് ബോയ്സ് ഹൂ ലെഫ്റ്റ് ദ സ്കൂൾ എത്രയാണ് എന്നുള്ളത്. ഓക്കെ, ഇൻ എ സ്കൂൾ there were 1582 students and the ratio of the number of boys and girls was 4:3. After a few days 30 girls joined the school but few boys left. അപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. എന്തായിരിക്കും ആൻസർ? ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമോ? 1582 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, 1582 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പർ എന്ന് പറയുന്നത് 4:3 ആണ്. ഓക്കെ, ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് 30 ഗേൾസ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 30 ഗേൾസ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ബോയ്സ് സ്കൂളിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റേഷ്യോ ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് 7:6 ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് ഹൂ ലെഫ്റ്റ് ദ സ്കൂൾ എത്രയാണ്? അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു സാധനം എന്താ വെച്ചാൽ, നമുക്കറിയാം 1582 സ്റ്റുഡൻസ് ആണ് സ്കൂളിലുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് 1582 സ്റ്റുഡൻസ് ആണ് സ്കൂളിലുള്ളത്. റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ റേഷ്യോ 4:3 ആണ്. അതിനെ തന്നെയാണ് നമ്മൾ 4/3 എന്ന് പറയാം. ഓക്കെ, അപ്പം ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പർ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് as 4/3. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും നമ്പർ കാണാം? ഫസ്റ്റ് ബോയ്സ് ആണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് 4 ബോയ്സ് ആണ്, ദെൻ ഗേൾസ് ആയതുകൊണ്ട് 3. 4 എന്ന് പറഞ്ഞാൽ 4 പാർട്ട് 3 പാർട്ട്. അപ്പോൾ നമ്മൾ ബോയ്സിൻ്റെ എണ്ണം എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ വി ഹാവ് 1582 ഇൻ ദ റേഷ്യോ 4:3, ദാറ്റ് ഈസ് ബോയ്സ് ഈസ് ടു ഗേൾസ്. ഓക്കെ, ദാറ്റ് ഈസ് ബോയ്സ് ഈസ് ടു ഗേൾസ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബോയ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 4:3 ബോയ്സ് ഈസ് ടു ഗേൾസ്. ബോയ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 1582ൻ്റെ 4:3. 4:3 എന്ന് പറഞ്ഞാൽ വി ഹാവ് 7 പാർട്ട്. 7 പാർട്ട് ആക്കുകയാണെങ്കിൽ അതിലെ 4 പാർട്ട് ബോയ്സ് ആണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1582 ഇൻറ്റു 4/7 അല്ലേ? 4ഉം 3ഉം 7 പാർട്ടിൽ 4 പാർട്ട് ബോയ്സ് ആണ്. ബോയ്സ് എന്ന് പറഞ്ഞാൽ 1582 ഇൻറ്റു 4/7 ആയിരിക്കും. വിൽ ബി ഹാവിങ് ഇറ്റ് ആസ് 404. 404 എന്നുള്ളതാണ് നമുക്ക് ഉണ്ടാവുക. ദെൻ വി ഹാവ് ഗേൾസ്. ഗേൾസ് എന്ന് പറയുമ്പം 1582 ഇൻറ്റു 3/7. വിൽ ബി ഹാവിങ് 3/7 ആൻഡ് വിൽ ബി ഹാവിങ് ദ വാല്യൂ ആസ് 708. 708 എന്നുള്ളതാണ്. നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1904ഉം 1600. ഇറ്റ്സ് നോട്ട് 708 അല്ല, ഇറ്റ്സ് 678. 1582. 1582. സോ ബോയ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടി. ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 904 ആണ്. ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 904 ആണ്. ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 678 ആണ്. ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 678 ആണ്. അപ്പോൾ ഇനി പറഞ്ഞ് നോക്കാം. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് 30 ഗേൾസ് ജോയിൻഡ്. അപ്പം ന്യൂ ഗേൾസ് നമ്പർ എത്ര? ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് 30 ഗേൾസ് ജോയിൻഡ് എന്ന് പറയുമ്പോൾ വിൽ ബി ഹാവിങ് 678 പ്ലസ് 30 ഈസ് ഈക്വൽ ടു 708. സോ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് വി ഹാവ് 30 ന്യൂ ഗേൾസ് ജോയിൻഡ് എന്നാണ് പറയുന്നത്. സോ വിൽ ബി ഹാവിങ് 678 പ്ലസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 708. 678 പ്ലസ് 30 എന്ന് പറയുമ്പോൾ വിൽ ബി ഹാവിങ് ഇറ്റ് as 708. കുറച്ച് ബോയ്സ് ലെഫ്റ്റായി. അപ്പം നമുക്ക് ലെറ്റ് ബോയ്സ് ലെഫ്റ്റ് എക്സ്, അതാണ് നമുക്ക് കാണേണ്ടത്. പോയ ബോയ്സിൻ്റെ എണ്ണം എക്സ് ആണ് എന്നെടുക്കുക. അപ്പം ന്യൂ ബോയ്സിൻ്റെ എണ്ണം എത്ര ആയിരിക്കും? ന്യൂ
നമ്പർ ഓഫ് ബോയ്സ് എത്ര ആയിരിക്കും? ഓക്കെ, ലെഫ്റ്റായ ബോയ്സിൻ്റെ എണ്ണം എക്സ് ആണെങ്കിൽ പുതുതായിട്ടുള്ള ബോയ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വിൽ ബി ഹാവിങ് വിൽ ബി ഹാവിങ് 904 മൈനസ് എക്സ്. 904 മൈനസ് എക്സ്. സോ വി ഹാവ് ബോയ്സ് ലെഫ്റ്റ് ആയിട്ടുള്ളത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ന്യൂ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ വിൽ ബി ഹാവിങ് 904 മൈനസ് എക്സ്. ഈ പുതിയ റേഷ്യോ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 7:6. പുതിയ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സ് ആൻഡ് ഗേൾസ് തന്നെയാണ്. അപ്പം ന്യൂ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബോയ്സിൻ്റെ എണ്ണം എത്ര? 904 മൈനസ് എക്സ് ബൈ ഗേൾസിൻ്റെ എണ്ണം എത്ര? 708. കാരണം എക്സിസ്റ്റിങ്ങിലേക്ക് ഒരു 30 കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. 708 ഈസ് ഈക്വൽ ടു പുതിയ റേഷ്യോ എത്ര? 7/6. പുതിയ റേഷ്യോ വി ഹാവ് 7/6, ഫ്രം വിച്ച് വിൽ ബി ഹാവിങ് 7 × 708 4900 4956 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 904 എന്ന് പറയുമ്പോൾ 5069 5400 5424 അല്ലേ? സോ വി ഹാവ് 5424 മൈനസ് 6x ഈസ് ഈക്വൽ ടു 4956. 4956. ഇതിൽ നിന്ന് വിൽ ബി ഹാവിങ് 6x ഈസ് ഈക്വൽ ടു 424 44 468. 468, from which we will be having x is equal to 468/6 എന്ന് പറയുമ്പോൾ 78. We'll be having 78. So we'll be having option D, 78 as the correct answer. So we'll be having option D, 78 as the correct answer. So ഇവിടെ എന്താ? ആദ്യം 1582 കുട്ടികളാണുള്ളത്. അതിൻ്റെ റേഷ്യോ തന്നു 4:3. ആ റേഷ്യോ തന്നതിൽ നിന്ന് നമ്മൾ ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും കണ്ടുപിടിച്ചു. അങ്ങനെ ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും കണ്ടുപിടിച്ചു. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിൽ പറഞ്ഞത് ഒരു 30 ഗേൾസ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 628 + 30 എടുത്തു. സോ വിൽ ബി ഹാവിങ് 708. 708. അടുത്തൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ബോയ്സ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ബോയ്സിൻ്റെ എണ്ണത്തിൽ നിന്ന് കുറച്ചു. ഈ ബോയ്സ് ഈസ് ടു ഗേൾസ് പുതിയ റേഷ്യോ 7:6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോയ്സ് ഈസ് ടു ഗേൾസ് പുതിയ റേഷ്യോ 7:6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 904 മൈനസ് എക്സ് ബൈ 708. 904 മൈനസ് എക്സ് ബൈ 708 ഈസ് ഈക്വൽ ടു 7/6 എന്ന് എഴുതുന്നു. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5424 മൈനസ് 6x ഈക്വൽ ടു 4986. 6xനെ കൊണ്ടുപോകുമ്പോൾ 468 x ഈസ് ഈക്വൽ ടു 78. So we'll be having option D, 78 as the correct answer for this particular question. Is it clear? Clear ആണെന്ന് കരുതുന്നു. കൂടുതൽ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് വേണമെങ്കിൽ പോസ്റ്റ് അടിക്കാം, റിവൈസ് അടിക്കാം. യൂട്യൂബ് ആണല്ലോ. So let's move to the next question. Next question we have question number 2. 3 positive numbers. 3 positive numbers are in the ratio 2:3:4. We have 3 positive numbers are in the ratio 2:3:4. If the sum of their squares is 2, 3, 4, then the numbers respectively are. എന്നുള്ളതാണ് ചോദ്യം. 3 positive numbers. 3 positive numbers are in the ratio 2:3:4. If sum of their squares is 2, 3, 4, then the numbers respectively are what? ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. Try to do the question. What will be the answer? Positive integers തന്നിട്ടുണ്ട്. What will be?
ഞാൻ ചെയ്യാം, കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പിന്നെ കാണുമ്പോഴൊക്കെ പോസ്റ്റ് അടിച്ചിട്ടൊക്കെ നോക്കട്ടോ. 3 പോസിറ്റീവ് നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3:4. അപ്പം ശരിക്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2:3:4 എന്നാണ് നമ്പേഴ്സ് എങ്കിൽ നമുക്ക് നമ്പേഴ്സിനെ 2, 3 and 4 എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, നമ്പേഴ്സിനെ നമുക്ക് 2, 3 and 4 എന്ന് പറയാൻ പറ്റൂല. നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്പേഴ്സിനെ 2x, 3x, 4x എന്ന് പറയാൻ പറ്റും അല്ലേ? 2, 3, 4 എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമുക്കതിനെ 2x, 3x and 4x എന്ന് പറയാൻ പറ്റും. ഓക്കെ, വി ഹാവ് 2x, 3x and 4x എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ സം ഓഫ് ദ സ്ക്വയേഴ്സ് 2, 3, 4 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സം ഓഫ് ദർ സ്ക്വയേഴ്സ് 2, 3, 4 ആണെന്ന് പറയുന്നുണ്ട്. സോ വിച്ച് വിൽ ബി ഹാവിങ് സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 2x square plus 3x square plus 4x square is equal to 2, 3, 4, 9. 2x square എന്ന് പറഞ്ഞാൽ 4x square plus 9x square plus 16x square is equal to 2, 3, 4, 9. Add ചെയ്താൽ we'll be having 29x square is equal to 2, 3, 4, 9. X square is equal to 2, 3, 4, 9 by 29. That is equal to 81. X is equal to 9. X square 81 ആണ്. X എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 81 9 ആണ്. X 9 ആണ് എന്നാണ്. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കും? 2x എന്ന് പറഞ്ഞാൽ 2 into 9 18. 3x 3 into 9 27. 4x 4 into 9 36. So we'll be having numbers 18, 27 and 36 as a correct answer. Okay, നമുക്ക് ഉത്തരം 18, 27 and 36 എന്നുള്ളതായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടാവാം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? Moving to the next one, question number 3. Okay, question number 3. A mixture contain alcohol and water in the ratio 4:3. Okay, a mixture contain alcohol and water in the ratio 4:3. If 5 liters of water is added to the mixture, the ratio becomes 4:5. Find the quantity of alcohol in the given mixture. എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു മിക്സ്ചറിൽ ആൽക്കഹോളും വാട്ടറും 4:3 റേഷ്യോയിലാണുള്ളത്. 5 ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്തപ്പോൾ റേഷ്യോ 4:5 ആയി. അങ്ങനെയാണെങ്കിൽ ആ മിക്സ്ചറിൽ ആൽക്കഹോൾ എത്രയാണുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മിക്സ്ചറിൽ ആൽക്കഹോൾ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. എന്തായിരിക്കും? So we have a mixture contain alcohol and water in the ratio 4:3. Okay, we have a mixture contain alcohol and water in the ratio 4:3. So we have 4:3, which is 4/3. If 5 liters of water is added, alcohol and water. So first is this is alcohol and this is water. 5 ലിറ്റർ ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വി ഹാവ് 4x അങ്ങനെ തന്നെ 3x + 5. ബിക്കോസ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 4:3 ആണ്. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ 3 ആണ്. 5 liters ഓഫ് വാട്ടർ ഇസ് ആഡഡ് ടു ദ മിക്സ്ചർ ആണ്. സോ വി ഹാവ് 4x/3x. സോ വിൽ ബി ആഡിങ് +5 എന്ന് പറയുമ്പോൾ പുതിയ റേഷ്യോ 4/5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 4x എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് 3x കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 4x/3x + 5 = 4/5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x × 5 = 4 × 3x + 5. That is 20x = 12x + 20. That is
8x is equal to 20, x is equal to 20 by 8, that is equal to 2.5. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2.5 എന്ന് കിട്ടി. അപ്പം ആൽക്കഹോളാണ് ചോദിച്ചത്. സോ ഫസ്റ്റ് പറയുന്ന ആൽക്കഹോളാണ്. സോ 4x ആണ്. ആൽക്കഹോൾ ഈസ് 4x വിച്ച് ഈസ് എക്സ് ഈസ് 2.5. 4 into 2.5 that is equal to 10. So we'll be having 4 into 2.5. 4 into 2.5 which will be equal to 10. So we'll be having option C, 10 as a correct answer. So we'll be having option C, 10 as a correct answer. So moving to clear last question. An easy one. Two numbers are in the ratio. Two numbers are in the ratio 2:5. If 16 is added to both the numbers, the ratio become 1:2. The numbers are. So we have two numbers are in the ratio. So we have two numbers. Two numbers are in the ratio 2:5. If 16 is added to both the numbers, the ratio become 1:2. The numbers are what are the numbers is a question here. Two numbers are in the ratio 2:5. 16 is added to both the numbers, the ratio become 1:2. The numbers are. So we have two numbers are in the ratio 2:5, which is 2/5. If 16 is added to both numbers, 2x plus 16, 5x plus 16, the ratio become 1/2. So we have 2:5. If 16 is added to both the numbers, the ratio become 1:2. That is 2x plus 16 by 5x plus 16 is equal to 1/2. So cross multiply in the samyat we will be having 2 into 2x plus 16 is equal to 1 into 5x plus 16, that is 32x plus 4x plus 32 is equal to 5x plus 16, which is x is equal to 16. അതായത് x is equal to 16 എങ്ങനെ കിട്ടുന്നത്? We have 5x minus 4x is equal to 32 minus 16. So we'll be having x is equal to we'll be having x is equal to 16. We'll be having x is equal to 16. So what will be 2x? 2x will be 2 into 16, 32, and what will be 5x? 5x will be 5 into 16, that is equal to 80. So we have 2x is 2 into 16, that is equal to 32, and 5x is 5 into 16, that is equal to 80. That is equal to 80. So we have option A as the correct answer. So റേഷ്യോയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്ര കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോകൾ ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ഒരുപാട് ഡിസ്കസ് ചെയ്തത് ഇഫ്രോ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. സോ നിങ്ങൾ ഇഫ്രോ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടുതൽ നമ്മൾ വരും വീഡിയോകൾ ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.